ഹല്ലേലൂയ. നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ഈ ഓൺലൈൻ സർവീസിൽ കൂടി കാണുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നത് ഒരു ഭയങ്കര പ്രിവിലേജാണ്. ആമേൻ. നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ കാണുന്നുണ്ടെന്നറിയാം. പക്ഷെ ഞങ്ങൾ പറയുന്നു, നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഏത് സാഹചര്യത്തിലായാലും കർത്താവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ ഈ ഓൺലൈൻ സർവീസിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1000 നിന്റെ മധ്യേ വീണാലും 10,000 വീണാലും അതൊന്നും നിന്റെ അടുക്കിലേക്ക് വരികയില്ല. ഹല്ലേലൂയ. നമ്മുടെ അടുക്കിലേക്ക് വരാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു ബലമാണ്, ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് പറഞ്ഞാട്ടെ, എൻ്റെ കൂടെയുള്ള ദൈവം എനിക്ക് ഒന്നും വരുവാൻ സമ്മതിക്കുന്ന ഒരു കർത്താവല്ല. ഹല്ലേലൂയ. എന്നെ കാക്കുന്ന ഒരു ദൈവമാണ്. ദൂതന്മാർ വലയമായി നമ്മുടെ ചുറ്റും നിൽക്കും. ഹല്ലേലൂയ. 1000 വീണാലും 10,000 വീണാലും ഒന്നും നമ്മുടെ അടുത്തേക്ക് വരാതെ നമ്മളെ പരിപാലിക്കുന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് കരങ്ങളെ അടിച്ച് കർത്താവിനെ സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലമെൻ്റെ ഉള്ളിലുള്ളതാൽ. ഹല്ലേലൂയ. ആയുധങ്ങൾ ഫലിക്കയില്ല, ഒരു തോൽവിയും ഇനി വരികയില്ല. എന്നെ ശക്തനായി മാറ്റിടുവാൻ ആത്മബലമെൻ്റെ ഉള്ളിലുള്ളതാൽ. സാധ്യമായി അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ഓ ഹല്ലേലൂയ. അതിശയങ്ങളുടെ നാമം, അത്ഭുതകരമായ നാമം. ഓ വാഴ്ത്തിയാട്ടെ, സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. തിന്മയൊന്നും വരികയില്ല, എല്ലാം നന്മയ്ക്കായി തീർത്തിടുമേ. ബാധയതൊന്നും അടുക്കയില്ല, എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. തിന്മയൊന്നും വരികയില്ല, എല്ലാം നന്മയ്ക്കായി തീർന്നിടുമേ. ബാധയതൊന്നും അടുക്കയില്ല, എൻ്റെ ഭവനത്തിൽ ദൈവമുണ്ടെന്നും. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെൻ്റെ കൂടെയുണ്ടല്ലോ.
സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. ആയിരങ്ങൾ വീണാലും പതിനായിരങ്ങൾ വീണാലും വലയമനിന്നെ കാത്തിടുവാൻ ദൈവദൂതന്മാരുണ്ടരികിൽ. അസാധ്യമായി അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ. സകലവും ഇന്നെനിക്കു സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. പാപശാപരോഗമായതെൻ്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തും. പാപശാപരോഗമായതെൻ്റെ ഭീതിയാൽ നാശഗർത്തത്തിൽ പതിക്കും നേരത്തും. സ്നേഹഹസ്തം നീട്ടി എന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. സ്നേഹഹസ്തം നീട്ടി എന്നെ നിൻ തിരുരാജ്യത്തിലാക്കിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ
മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുന്നേ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുന്നേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയാൽ നിറഞ്ഞിടാമേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിൽ ഊറ്റിയല്ലോ. അല്ലൽ തിങ്ങും ജീവിതത്തിൽ ഞാൻ വസിച്ചപ്പോൾ വല്ലഭാനിൻ സ്നേഹമെന്നിൽ ഊറ്റിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. ജയഗീതം പാടിടുവാൻ നിൻ ജയം നീ എനിക്കേകിയല്ലോ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിൽ ഓർത്ത ഈശനെ. 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 ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയ സന്തോഷം എല്ലാവരിലും നിറയട്ടെ കർത്താവേ. അപ്പോൾ അങ്ങേ കാണുവാനുള്ള കർത്താവേ ഞങ്ങളുടെ ആർത്തി അതിനെയും വർദ്ധിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ചു തൻ്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തു ഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി
സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഹല്ലേലൂയ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ദൂതരുമാ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു പൂർണ്ണ സമർപ്പണത്തിൻ്റെ സമയത്തിലേക്ക് നമുക്ക് പോകാം. ദൈവം നമുക്ക് ഈ തന്ന ജീവിതം നമുക്ക് പൂർണ്ണമായിട്ടും യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്ക് പാടാം, ഇനിയുള്ള ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൽ സ്നേഹിതനായി ഭൂവിലാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ നാഥനേ, യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നീയല്ലാതാശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ ആശയേ, യേശുവേ എൻ കാന്തനേ, നിന്നെപ്പോൽ യോഗ്യനായി വേറെയാരുള്ളൂ.
എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാദരേ, യേശുവേ എൻ കാന്തനേ, ഹല്ലേലൂയ. കർത്താവേ, യേശുവേ നാഥനെ, നീ അല്ലാതെ ആശ വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല കർത്താവേ. യേശുവേ എന്നാശയേ, യേശുവേ എൻ കാന്തനെ, നീ അല്ലാതെ ആശ വയ്ക്കാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നാശയേ, യേശുവേ എൻ കാന്തനെ, നിന്നെ പോൽ യോഗ്യനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാദനേ, യേശുവേ എൻ കാന്തനേ, യേശുവേ എന്നോഹരി, എന്നേശു മാത്രം സർവവും. നീയല്ലാതാഗ്രഹിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നോഹരി, എന്നേശു മാത്രം സർവവും. നിന്നെ പോൽ സമ്പത്തായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാദനേ, യേശുവേ എൻ കാന്തനേ, യേശുവേ എന്നാദനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നാദനേ, യേശുവേ എൻ കർത്തനേ, നിന്നെ പോൽ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാദനേ, യേശുവേ എൻ കാന്തനേ, യേശുവേ എന്നാദനേ, യേശുവേ
ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നാം ഓരോരുത്തരിലേക്കും ഒഴുകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നാം ആരാധിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം നാം ഉയർത്തുമ്പോൾ, ഇന്ന് അത്ഭുതകരമായ ദൈവശക്തിയാൽ പിശാചിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു പോകുമാറാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ആ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ഹല്ലേലൂയ. ഈ വാക്യം ശ്രദ്ധിച്ചാട്ടെ. നാം ന്യായപ്രമാണത്തിനല്ല, എന്നാൽ കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പാപത്തിന് ഒരു മുഖ്യസ്ഥാനം ലഭിക്കാതിരിക്കുവാൻ തക്കവണ്ണം, പാപം നമ്മളെ നിയന്ത്രിക്കാതിരിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന കൃപയാൽ വലിയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം ഓരോരുത്തർക്കും അത് വിശ്വസിക്കാമോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പാപ സ്വഭാവത്തിനാൽ നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ചില പാപത്തിൻ്റെതായിട്ടുള്ള വേരുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്നില്ല എങ്കിൽ, പാപത്തിൻ്റെതായിട്ടുള്ള കർത്തൃത്വം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഞാൻ ഇന്ന് ദൈവവചനത്തിൽ നിങ്ങളെ പ്രത്യേകമായി താല്പര്യപ്പെടുത്തട്ടെ. നാം കൃപയ്ക്ക് അധീനരാകുന്നുവെങ്കിൽ, ഈ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ, ഈ പാപത്തിൻ്റെതായിട്ടുള്ള വേരിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ, നാം കൃപയ്ക്ക് കീഴ്പ്പെട്ടവരായിരിക്കണം, നാം കൃപയ്ക്ക് അധീനരായിരിക്കണം. കൃപയെക്കുറിച്ച് വചനം പറയുന്നത് അത് ദൈവിക ശക്തീകരണമാകുന്നു. വചനം മറ്റൊരു ഭാഗത്ത് പറയുന്നത് എളിമപ്പെട്ടവർക്ക് അല്ലെങ്കിൽ എളിയവർക്ക് ദൈവം കൃപ നൽകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവികമല്ലാത്ത ചില സ്വഭാവങ്ങൾ നമുക്കുണ്ടോ എങ്കിൽ, പാപത്തിൻ്റെതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ചില പാപ സ്വഭാവങ്ങളിൽ നിന്ന് എനിക്ക് വിടുതൽ ലഭിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, ചില ആസക്തികൾ എനിക്കുണ്ടെങ്കിൽ, ചില അഡിക്ഷൻസിൻ്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ടെങ്കിൽ, നമുക്ക് താഴ്മപ്പെട്ട് ഇന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാമോ? കർത്താവേ, ഈ പാപത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കർത്തൃത്വം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഞാൻ കൃപയ്ക്ക്, ദൈവകൃപയ്ക്ക് പാത്രമാകുവാൻ തക്കവണ്ണം കർത്താവെ താഴ്മപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ ശക്തി എനിക്ക് ആവശ്യം. അങ്ങയുടെ മുമ്പാകെ ഞാൻ താഴ്മപ്പെടുന്നു കർത്താവെ. സ്വന്തം ശക്തിയാൽ എനിക്ക് ഇതിൽ നിന്ന് മോചനം സാധ്യമല്ല. അതുകൊണ്ട് കർത്താവെ, അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കുമാറാകണമെന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവെ, ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്നു. കർത്താവ് എളിയവർക്ക് കൃപ നൽകുന്നു. നാം കൃപയ്ക്ക് അധീനരാകുമ്പോൾ പാപത്തിൻ്റെ സകല ചങ്ങലകളെയും നാം പൊട്ടിച്ചെറിഞ്ഞ് പുത്രത്വത്തിൽ നാം പൂർണ്ണമായി ജ്വലിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് ഇടയാക്കുന്നു. അപ്രകാരം ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സകല രോഗങ്ങൾക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ക്രൂശിൽ നൽകിയിരിക്കുന്നു. ഇന്ന് എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, സൂയിസൈഡൽ അറ്റംപ്റ്റിന് വേണ്ടി അത് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ സമൃദ്ധിയായിട്ടുള്ള ജീവനൊഴികെ മറ്റ് ഏത് നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്ന് യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമൃദ്ധിയായിട്ടുള്ള ജീവൻ ആസ്വദിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കിടയാകട്ടെ. വചനം ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ഇങ്ങനെ നമ്മളോട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു: നമുക്ക് ജീവൻ ലഭിക്കുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു വന്നിരിക്കുന്നു. അതിനാൽ യേശു ക്രിസ്തു വന്നിരിക്കുന്ന ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പൂർത്തിയാക്കാം. നമുക്ക് സമൃദ്ധമായിട്ടുള്ള ജീവൻ, കവിഞ്ഞൊഴുകുന്നതായിട്ടുള്ള ആ ദൈവിക ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അതുകൊണ്ട് വരുവാനിരിക്കുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ കൃപയിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ, ആ യേശുവിൻ്റെ സ്വർഗീയമായിട്ടുള്ള ജീവൻ നമ്മിലൂടെ കവിഞ്ഞൊഴുകുന്ന സമൃദ്ധിയായിട്ടുള്ള ആ ജീവൻ നയിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനയുടെ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധനയുടെ സമയങ്ങളിൽ നമ്മൾ വീട്ടിലിരുന്ന് ആരാധിച്ച സമയങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ തൊട്ടുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. ഈ സമയത്ത് നമുക്ക് ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്ദി പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ,
അപ്പോൾ ഈ പുതിയ വർഷം കർത്താവ് നീ ഇവർക്കായി കൊടുത്തതിനായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സഭയായി കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഇവരുടെ ജീവിതങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ പുതിയൊരു വർഷം കർത്താവെ അവരുടെ ജീവിതത്തിലേക്ക് ലഭിച്ചത് ഓരോ ദിവസവും കർത്താവെ അവർക്ക് കിട്ടിയ ആ ഒരു ദിവസം കർത്താവെ ഓരോ ദിവസങ്ങളും നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാനും ദൈവിക നന്മകളെ അനുഭവിപ്പാനും കർത്താവെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും കർത്താവെ അനുഗ്രഹത്തോടെയും സന്തോഷത്തോടെയും കർത്താവെ അവർ കുടുംബമായി മുന്നോട്ട് പോകുവാനും കർത്താവരെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് കർത്താവെ പരിശുദ്ധാത്മാവെ അങ്ങയുടെ ഒരു സ്പർശനം കർത്താവ് ഒരു വലിയ അനുഗ്രഹം കർത്താവെ അങ്ങ് അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സഭയായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ താങ്ക് യു അപ്പ. അവർ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായിട്ട് നന്ദി പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കടന്നു വന്നിരിക്കുന്നു. ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിനുള്ള വലിയ മഹാസന്തോഷത്തിൻ്റെതായിട്ടുള്ള സന്ദേശമാകുന്നു. ഇത്തവണ ക്രിസ്മസ് നിങ്ങളേവരും WICCയോടൊപ്പം ആഘോഷിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. 20-ാം തീയതി ഡിസംബർ രാവിലെ 10 മണിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒന്നിച്ചുള്ള കമ്പൈൻഡ് ക്രിസ്മസ് സർവീസ് നമുക്കുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഏവരും ഞങ്ങളോടൊന്നിച്ച് ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന് നമ്മുടെ രാജാതിരാജാവിനെ നമുക്ക് സ്തുതിക്കുവാനായിട്ടും ആരാധിക്കുവാനായിട്ടും പ്രത്യേകമായിട്ടുള്ള ക്രിസ്മസ് സന്ദേശം കേട്ട് അനുഗ്രഹിക്കപ്പെടുവാനായിട്ടും ട്യൂൺ ഇൻ ചെയ്യണമേ എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക, ഇത്തവണ ക്രിസ്മസ് വിത്ത് WICC. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മീഡിയ ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അത് വലിയ സഹായകരമാകും. നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ആ സംഭാവന സാധ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓഫീസ് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ ഓൺലൈൻ സർവീസിൽ ഇന്ന് ആദ്യമായിട്ട് ട്യൂൺ ഇൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കമൻസിലുള്ള കണക്ട് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ എൻ്റർ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി കൂടുതൽ അറിയുവാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കും. ഇന്ന് പാസ്റ്റർ ഹാന ദൈവവചനത്തിൽ നിന്നും നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയങ്ങളെ നന്നായി ഒരുക്കുക. നല്ല നിലത്ത് വീണ വിത്തുകളെ പറ്റി വചനത്തിൽ പറയുന്നുണ്ട്. നല്ല നിലത്ത് വീണ വിത്തുകൾ അത് 100 മേനി അത് വിളയുന്നതിനെ പറ്റി. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളാകുന്ന ആ നിലങ്ങളെ ഒരുക്കി ആ ദൈവവചനത്തെ സ്വീകരിക്കുവാനും അതിനെ റിസീവ് ചെയ്ത് ആ അനുഗ്രഹം പ്രാപിക്കുവാനും തക്ക രീതിയിൽ ഒരുങ്ങി പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. The Christmas season is here again. ക്രിസ്മസ് കാലം വീണ്ടും വന്നിരിക്കുന്നു. Many of us will be taking out our decorations and planning our holidays. നമ്മിൽ പലരും ആഘോഷത്തിനായിട്ട് നാം ഒരുങ്ങുകയും നമ്മുടെ അവധിക്കാലമെല്ലാം നാം എങ്ങനെ ചിലവഴിക്കുമെന്ന് നാം പ്ലാൻ ചെയ്യുകയായിരിക്കാം. If we go outside, we will see a lot of Santa Clauses and reindeers and stars and lights. നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം കുറെ സാന്റക്ലോസുമാരെയും റെയിൻഡിയറിനെയും എല്ലാം അതോടൊപ്പം തന്നെ കുറെ വിളക്കുകളെല്ലാം നാം കാണുമായിരിക്കാം. But this season, as we get into Christmas, എന്നാൽ നാം ഈ പ്രാവശ്യം നാം ക്രിസ്മസിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ I want to give us a few thoughts to think of and to remember about what the Christmas story was really about. യഥാർത്ഥത്തിൽ ക്രിസ്മസിൻ്റെതായിട്ടുള്ള കഥ എന്തായിരുന്നു എന്ന് സഹായിക്കുവാൻ ആവശ്യമായ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Some things to remember the real power of the Christmas story. യഥാർത്ഥമായിട്ടുള്ള ആ ശക്തി ക്രിസ്മസിൻ്റെതായിട്ടുള്ള കഥയിൽ എന്താകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള അല്പചിന്തകൾ. Firstly, the Christmas story is true.
ഏറ്റവും ആദ്യമായിട്ട് ക്രിസ്മസിന്റെ കഥ എന്ന് പറയുന്നത് സത്യമാകുന്നു. It is not made up by anyone. അത് ആരെങ്കിലും ഉണ്ടാക്കിയതായിട്ടുള്ള കഥയല്ല. It was known and attested to by so many people. അത് അറിയപ്പെട്ടതും അനേക വ്യക്തികൾ സാക്ഷ്യപ്പെട്ടതുമായിട്ടുള്ള കഥയാകുന്നു. In the Gospel of Luke, chapter 1, verses 1 to 4, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ we see how the Apostle Luke took so much of trouble to write down the Gospel. എത്രമാത്രം അപ്പോസ്തലനായ ലൂക്കോസ് അത് ആ സുവിശേഷം എഴുതുവാനായിട്ട് സമയമെടുത്തു, ശ്രദ്ധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. He talks about how he researched and found out the accuracy of what he was writing. താൻ എത്രമാത്രം സമയമെടുത്തുകൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം വ്യക്തത ഉറപ്പാക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയാണ്. Luke 1 verses 1 onwards reads this way: Inasmuch as many have taken in hand to set in order a narrative of those things which have been fulfilled among us, just as those who from the beginning were eyewitnesses and ministers of the word delivered them to us, it seemed good to me also, having had perfect understanding of all things from the very first, to write to you an orderly account, most excellent Theophilus. ബഹുമാന്യനായ തെയോഫിലോസെ, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം എഴുതുവാൻ പലരും ശ്രമിച്ചു വരുന്നു. ആദ്യം മുതലുള്ള ദൃക്സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ ഇത് നമ്മെ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ യാഥാർത്ഥ്യം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നല്ലതാണെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. Which means many in those days were writing down a narrative of what they believed. അതിന്റെ അർത്ഥം ആ സമയത്തുണ്ടായിരുന്ന പല വ്യക്തികളും ഈ ചരിത്രം എഴുതുവാനായിട്ട് ശ്രമിച്ചു വരുന്നു എന്നുള്ളതാണ്. And they got it from eyewitnesses. അത് ദൃക്സാക്ഷികളിൽ നിന്നാകുന്നു അവർക്ക് ലഭിച്ചത് എന്നിവിടെ പറയുന്നു. They were going and talking to eyewitnesses who were with Jesus to find out the real story. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളിൽ നിന്ന് അവർ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. Luke himself also researched. ലൂക്കോസും തന്നെത്താൻ ഈ കാര്യങ്ങളെല്ലാം താൻ അന്വേഷിച്ചു. And being a physician, he was used to going into the roots of things. ഒരു ഡോക്ടർ ആയിരുന്നതുകൊണ്ട് കാര്യങ്ങളുടെ വേരിലേക്ക് പോകുന്നത് താൻ പരിചിതനായ ഒരു കാര്യമായിരുന്നു. And he was convinced that he had clear understanding of all the events from the beginning. ആദ്യം മുതലുള്ള ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള അറിവ് തനിക്കുണ്ട് എന്നുള്ളത് തനിക്ക് ഉറപ്പായിരുന്നു. So he wrote an orderly chronological account. അതുകൊണ്ട് സമയത്തിൻ്റെതായിട്ടുള്ള ക്രമം അനുസരിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കുറിപ്പ്, ഒരു ചരിത്രം അദ്ദേഹം And എഴുതുകയാണ്. he wrote to someone called Theophilus. അദ്ദേഹം തെയോഫിലോസിനാകുന്നു ഇത് എഴുതിയത്. Theophilus, he addresses him as most excellent Theophilus, തെയോഫിലോസിനെ അദ്ദേഹം ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമാന്യനായ തെയോഫിലോസെ എന്നാകുന്നു. which shows us that Theophilus was probably a very high Roman official. അത് കാണിക്കുന്നത് ഒരു മുതിർന്ന പദവിയിലുള്ള ഒരു റോമ സാമ്രാജ്യത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു തെയോഫിലോസ് എന്നുള്ളത്. He was probably a patron of the gospel. താൻ ചിലപ്പോൾ ഒരു സുവിശേഷത്തെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നിരിക്കാം. And he writes this to Theophilus saying, so that you may know the certainty of those things in which you were instructed. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, അതുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ യാഥാർത്ഥ്യം നീ അറിയേണ്ടതിന്. He wanted Theophilus to know that this story is not made up. അദ്ദേഹം തിയോഫിലോസിനോട് പറയാൻ ആഗ്രഹിച്ചതാകുന്നു, ഈ കഥ എന്ന് പറയുന്നത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. I have researched, I've talked to so many people, and I know this is true. ഞാൻ തന്നെ ഇതിൽ പരിശ്രമം ഇട്ടിരിക്കുന്നു, ഞാൻ തന്നെ അനേക വ്യക്തികളോട് സംസാരിച്ചത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. So the Christmas story and the whole Gospel of Luke and all the Gospels are we can be very sure and confident that they are true. അതുകൊണ്ട് ക്രിസ്മസിൻ്റെതായിട്ടുള്ള കഥ, സുവിശേഷങ്ങൾ എല്ലാം തന്നെ സത്യമാണെന്ന് നമുക്ക് ഉറച്ചിരിക്കാം. So what is the Christmas story about? അപ്പോൾ ക്രിസ്മസിന്റെ കഥ എന്താകുന്നു? It is a story of love. അത് സ്നേഹത്തിന്റെ കഥയാകുന്നു. The love of God for all mankind. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള കഥയാകുന്നു. That he would send his only son to be our savior. തന്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയച്ചത്. It is a story of great sacrifice. അത് വലിയ ത്യാഗത്തിന്റെ കഥയാകുന്നു. So many people in the Christmas story had to pay a great price to make this story happen. ഈ ക്രിസ്തുമസിന്റെ കഥയിലെ അനേക വ്യക്തികൾക്ക് ഈ കഥ സംഭവിപ്പിക്കുവാനായിട്ട് വലിയ വില കൊടുക്കേണ്ടി They had to put their lives and their future at stake. അവരുടേതായിട്ടുള്ള ജീവൻ, അവരുടേതായിട്ടുള്ള ഭാവി, ഇതെല്ലാം അവർക്ക് വലിയ ഒരു വില കൊടുക്കേണ്ടി വന്നു ഇതിനെ സംബന്ധിച്ച്. It is also a story of great hope and joy for all mankind. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെയും പ്രത്യാശയുടെയുമായിട്ടുള്ള കഥയാകുന്നു ക്രിസ്മസിന്റെ കഥ. It is not a story for just one group of people. അത് ഏതെങ്കിലും ഒരു കൂട്ടം വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള കഥയല്ല. It is a story for all mankind. എന്നാൽ മനുഷ്യരാശിക്ക് മുഴുവനുള്ള കഥയാകുന്നു ക്രിസ്മസിന്റെ കഥ. So let's look at some things about the Christmas story. അതുകൊണ്ട് ഈ കഥയെക്കുറിച്ചുള്ള ചില
ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Luke chapter 1 verses 5. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. Luke begins to write this way. ലൂക്കോസ് ഇങ്ങനെ എഴുതുന്നു: There was in the days of Herod, the king of Judea, a certain priest named Zacharias of the division of Abijah. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ ഭരണകാലത്ത് അബിയാവിന്റെ പൗരോഹിത്യ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്ന സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. Luke begins by telling us that the days of King Herod were the days in which Jesus was born. യേശുക്രിസ്തു ജനിച്ചതായിട്ടുള്ള കാലം എന്ന് പറയുന്നത് ഹെരോദ രാജാവിന്റെ സമയത്ത് ആകുന്നു എന്നുള്ളത് ലൂക്കോസ് പറഞ്ഞു തുടങ്ങുകയാണ്. He's telling us about the political situation when Jesus was born. ആ സമയത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് അവിടെ ഈ ലേഖകൻ പറയുകയാകും. Palestine in Jesus' day was part of the Roman Empire. യേശുവിന്റെ സമയത്ത് പാലസ്തീൻ എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. And Romans governed territories either by putting a puppet king or by putting a Roman governor with an army. റോമ സാമ്രാജ്യം പല പ്രവിശ്യകളും ഭരിച്ചിരുന്നത് ഒന്നെങ്കിൽ ഒരു റോമൻ ഗവർണറിനെ ആ സൈന്യത്തോട് ചേർത്ത് അവിടെ ഭരിപ്പിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ഒരു പാവ പോലത്തെ ഒരു രാജാവിനെ അവിടെ ഭരിപ്പിക്കുമായിരുന്നു. And Herod was one such puppet king. ഹെരോദാവ് അപ്രകാരമുള്ള ഒരു പാവ പോലത്തെ രാജാവായിരുന്നു. He was taken from the Jews and he was made to be the king, but he actually ruled for the Roman Empire. താൻ യഹൂദരിൽ നിന്നുള്ള ഒരുവനായി എടുക്കപ്പെട്ടു, എന്നാൽ താൻ കൂറു കാണിച്ചത് മുഴുവൻ റോമാ സാമ്രാജ്യത്തോടായിരുന്നു. He showed more loyalty to Rome than to his Jewish ancestry. തന്റെ യഹൂദ പാരമ്പര്യത്തെക്കാൾ ഉപരിയായിട്ട് താൻ റോമക്കാരോടാകുന്നു താൻ കൂടുതൽ വിശ്വസ്തത കാണിച്ചത്. And he would try to please the Romans ഈ റോമക്കാരെ താൻ പ്രസാദിപ്പിക്കുവാനായിട്ട് നോക്കുമായിരുന്നു, and suppress the Jews. അതോടൊപ്പം തന്നെ യഹൂദരെ അടിച്ചമർത്തുവാനായിട്ട്. It has been suggested that he used a secret police to find out what the people said about him. വ്യക്തികൾ തന്നെ കുറിച്ച് എന്തു പറഞ്ഞു എന്ന് അറിയുവാനായിട്ട് ഒരു രഹസ്യ പോലീസിനെ താൻ ഉപയോഗിക്കുമായിരുന്നു എന്നും നമുക്ക് He മനസ്സിലാക്കുവാൻ sought കഴിയും. to prohibit any protest against him. തനിക്ക് നേരെ വരുന്ന ഏതൊരു പ്രതിഷേധവും താൻ അടിച്ചമർത്തുവാൻ ശ്രമിക്കുമായിരുന്നു. And he removed any opponents by force. തനിക്ക് എതിരായി വരുന്ന ഏതൊരു വ്യക്തിയെയും താൻ ബലം ഉപയോഗിച്ച് താൻ മാറ്റുമായിരുന്നു. But it was at such a time that God says, in the fullness of time, God sent his son. ഇതുപോലെ ഒരു കാലഘട്ടത്തിലും ഒരു സമയത്തിലുമായിരുന്നു വചനം ഇങ്ങനെ പറയുന്നത്: കാലസമ്പൂർണതയിൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ അയച്ചു. In the days of Herod, king of Judea, God decided to send his son. യഹൂദ്യ രാജാവായിരുന്ന ആ ഹെരോദാവിന്റെ സമയത്ത് ദൈവം തീരുമാനിക്കുകയാകുന്നു തന്റെ പുത്രനെ അയക്കുവാനായി. After 400 years of hearing no words from the Lord, now the clock had struck and it was time, it was the moment for God's son to enter the world. ദൈവത്തിൽ നിന്ന് 400 വർഷങ്ങളോളം ഒന്നും കേൾക്കാതെ ഇരുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ സമയമായിരിക്കുന്നു ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക് കടന്നു വരുവാനായി. And God was not limited by who was ruling and in power at that time. അപ്പോൾ ആര് അവിടെ ഭരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഓർത്ത് ദൈവത്തിന് യാതൊരു വേവലാതിയുമില്ലായിരുന്നു. The kingdom of heaven works on another dimension. സ്വർഗത്തിൻ്റെതായിട്ടുള്ള ആ രാജ്യം ഭരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് വേറെ ഒരു നിലവാരത്തിലാകും. Even a king like Herod could not stop the kingdom of heaven. ഹെരോദ രാജാവ് പോലെയുള്ള ഒരു രാജാവിന് പോലും ദൈവരാജ്യത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയെ തടുക്കുവാൻ കഴിഞ്ഞില്ല. So Luke shows us that, he makes sure that we know that it was in the days of a king like Herod that the Son of God came in. അവിടെ ലൂക്കോസ് വളരെ വ്യക്തമായി നമ്മോട് പറയാൻ ആഗ്രഹിക്കുകയാകുന്നു, ഹെരോദ രാജാവ് പോലെയുള്ള ഒരു ഭരണാധിപന്റെ സമയത്താകുന്നു യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജന്മമെടുക്കുവാൻ തുടങ്ങുന്നു. And Luke chapter 1 verses 5 goes on to tell us that Zachariah's wife was of the daughters of Aaron and her name was Elizabeth, and they were both righteous before God, walking in all the commandments and ordinances of the Lord, blameless. But they had no child because Elizabeth was barren and they were both well advanced in years. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 5 മുതൽ തുടർന്ന് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം, സെഖര്യാവിന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേര്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും അനുസരിക്കുന്നവരുമായിരുന്നു. എലിസബത്ത് വന്ധ്യയായിരുന്നതുകൊണ്ട് അവൾക്ക് മക്കളില്ലായിരുന്നു. ഇരുവരും വൃദ്ധരുമായിരുന്നു. In the days of Herod, a righteous couple were walking before God in obedience. ഹെരോദ രാജാവിൻ്റെതായിട്ടുള്ള ആ സമയത്ത് ഒരു നീതിയുള്ള ദമ്പതികൾ അനുസരണത്തോടുകൂടെ യേശുക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. But they were childless. എന്നാൽ അവർക്ക് മക്കളില്ലായിരുന്നു. And it was no longer humanly possible for them to have a child. അവർക്ക് ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് മാനുഷികമായിട്ട് ഇപ്പോൾ ചിന്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നു. But the word tells us they were faithful to continue to minister before the Lord. എന്നാൽ വചനം പറയുന്നു അവർ അപ്പോഴും ദൈവത്തെ ശുശ്രൂഷിപ്പാൻ അവർ വിശ്വസ്തരായിരുന്നു. They were doing what they were called to do.
അവർ എന്ത് ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടുവോ അതവർ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. Zacharias didn't stop ministering before the Lord because of his barrenness. ഈ വന്ധ്യത കാരണം സെഖര്യാവ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ നിന്ന് അല്പം പോലും പുറകോട്ട് പോയില്ല. And at that time, when God calls the fullness of time, Zacharias was burning incense before the altar of the Lord. ദൈവം കാലസമ്പൂർണത എന്ന് പറയുന്ന ആ സമയത്ത് സെഖര്യാവ് ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യത്തിൽ ധൂപം കാട്ടുകയാണ്. And he was worshipping the Lord. ദൈവത്തെ ആരാധിക്കുകയുമായിരുന്നു അദ്ദേഹം. And all the people outside were worshipping too. പുറത്തുള്ള വ്യക്തികളെല്ലാം ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. And an angel of the Lord appears to Zacharias on the right side of the altar. അപ്പോൾ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് ദൈവത്തിന്റെ ദൂതൻ സെഖര്യാവിന് പ്രത്യക്ഷപ്പെടുകയാണ്. Zacharias was worshipping but expecting nothing. സെഖര്യാവ് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു, എന്നാൽ ഒന്നും പ്രതീക്ഷിച്ചില്ല അവിടെ. 400 years priests had been doing the same thing and nothing had happened. 400 വർഷങ്ങളോളം പുരോഹിതന്മാർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. But this was the fullness of time. എന്നാൽ ഇത് കാലസമ്പൂർണതയുടെ സമയമായിരിക്കും. This was God's appointed time. ഇത് ദൈവത്തിന്റെ മുൻകൂട്ടി നിർണയിക്കപ്പെട്ട സമയമായിരിക്കും. In the fullness of time, everything that was impossible can become possible. കാലസമ്പൂർണതയുടേതായിട്ടുള്ള സമയത്ത്, ദൈവത്തിന്റെ നിർണയിക്കപ്പെട്ട സമയത്ത് അസാധ്യമെന്ന് എണ്ണിയിരിക്കുന്ന എന്ത് വേണമെങ്കിലും സാധ്യമാകുവാൻ But കഴിയും. it's important for us to keep doing the things we are called to do till the fullness of time. എന്നാൽ കാലസമ്പൂർണത വരെയും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം ചെയ്തു പോരേണ്ടത് അത്യാവശ്യമാകുന്നു. Now, when the angel appeared to Zacharias, it says he was troubled and afraid. സെഖര്യാവിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു എന്ന വചനം പറയുകയാണ്. And Luke 1 verses 13, we see that the angel said to him, "Do not be afraid, Zacharias, for your prayer is heard, and your wife Elizabeth will bear you a son, and you shall call his name John." ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. This was the time for the fulfillment of God's word. ഇത് ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ സമയമായിരുന്നു. What had not happened for so many years was going to begin to happen. അനേക വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യം ഇപ്പോൾ നടക്കുവാൻ പോകുന്നു. People had been praying for the Messiah to come for so many hundreds of years, but this was the season that the Messiah was going to enter the world. വ്യക്തികൾ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് മശിഹായുടെ വരവിനായിട്ട് പ്രാർത്ഥിച്ചു, എന്നാൽ ഇപ്പോൾ മശിഹ വരുവാൻ സമയമായിരിക്കും. The first thing that the Christmas story tells us is that God is on time. ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള ആ കഥ നമ്മളോട് പറയുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം തക്ക സമയത്ത് വരുന്നവനാകുന്നു. He may not work on our time. ദൈവം ചിലപ്പോൾ നമ്മുടെ സമയം അനുസരിച്ചല്ലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. But he has a heavenly calendar. എന്നാൽ ദൈവത്തിന് സ്വർഗീയമായിട്ടുള്ള ഒരു കലണ്ടർ ഉണ്ട്. And God will work in heaven's time. ദൈവം സ്വർഗത്തിന്റെ സമയം അനുസരിച്ച് കാര്യങ്ങളെ എല്ലാം ഭംഗിയായി ചെയ്യും. But there are things that we need to keep doing in order for God's plans to be fulfilled. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുവാൻ തക്കവണ്ണം നാം ചെയ്തു പോരേണ്ട കാര്യങ്ങളുണ്ട്. We need to keep being faithful in what we are called to do. നമ്മെ ദൈവം എന്തിനായി വിളിച്ചിരിക്കുന്നുവോ അത് വിശ്വസ്തയോടുകൂടെ നാം ചെയ്യുക എന്നുള്ളത് ആവശ്യമാകും. And in the fullness of time, God will work. കാലസമ്പൂർണത പ്രാപിക്കുമ്പോൾ ദൈവം തീർച്ചയായും അവിടെ പ്രവർത്തിക്കും. Another thing that we see here is that the angel tells Zacharias to name the child John. മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന, ദൂതൻ സെഖര്യാവിനോട് പറയുകയാകുന്നു, കുഞ്ഞിന്റെ പേർ നീ യോഹന്നാൻ എന്ന് ഇടണം. And he said, your prayer has been heard. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. Zechariah would have thought, which prayer? സെഖര്യാവ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം, ഏത് പ്രാർത്ഥനയെ കുറിച്ചാകുന്നു എന്ന് പറയുന്നത്. Do you think he was still praying for a child? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആ സെഖര്യാവ് ഇപ്പോഴും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്? I think that prayer would have stopped many years ago. ഞാൻ വിശ്വസിക്കുന്നു ആ പ്രാർത്ഥന അനേക വർഷങ്ങൾക്ക് മുമ്പ് നിന്നു പോയിട്ടുണ്ടാകാം. Maybe a few years after their marriage they would have prayed for a child. ചിലപ്പോൾ അവരുടെ വിവാഹം കഴിഞ്ഞ അല്പവർഷങ്ങൾ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം കുഞ്ഞിനായി. But 10-15 years down the road they started knowing that this prayer is not going to get answered. എന്നാൽ 10-15 വർഷങ്ങൾക്ക് ശേഷം അവർ ചിന്തിച്ചിട്ടുണ്ടാകാം, ഇനിയും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊന്നും ലഭിക്കുകയില്ല. 20-25 years they would have stopped praying. 20-25 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിശ്ചയമായും അവർ തീരുമാനിച്ചിരിക്കാം അവർ ഈ പ്രാർത്ഥന നിർത്തുവാനായി. And the word of God tells us they were well advanced in years. വചനം വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നു, അവർ വൃദ്ധരായിരുന്നു എന്നുള്ളത്. But the angel tells Zacharias, your prayer is heard. എന്നാൽ ഇവിടെ ദൂതൻ പറയുകയാകുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നു. Zechariah forgot about his prayer. സെഖര്യാവ് തന്റെ പ്രാർത്ഥനയെക്കുറിച്ച് മറന്നുപോയി. But heaven remembered. എന്നാൽ സ്വർഗ്ഗം ഓർത്തു. Our prayer, amen, is before the throne of God. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ ആകുന്നു. It may or may not be answered the way we expect it to. നാം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആയിരിക്കുകയില്ല അതിന്റെ
ഉത്തരം But ലഭിക്കുന്നത്. our God is a God who hears and answers prayer. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം നൽകുന്ന ദൈവമാകുന്നു. We see in Luke chapter 1, verse 57 onwards up to 60, we see how Elizabeth delivers a child. And when the time came for the name of the child to be given, and the people said his name should be Zacharias, his mother answered and said, "No, he shall be called John." ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് പേരിടേണ്ടതായിട്ടുള്ള സമയമാകുമ്പോൾ ബന്ധുക്കളും അയൽക്കാരും എല്ലാം അവരോട് ചേർന്ന് ഇപ്രകാരം പറയുന്നു, അപ്പന്റെ പേർ പോലെ അവന് സെഖര്യാവ് എന്ന് പേർ വിളിക്കണമെന്ന് പറയുമ്പോൾ സെഖര്യാവിന്റെ ഭാര്യ എലിസബത്ത് ഇങ്ങനെ പറയുന്നു, അവന് യോഹന്നാൻ എന്ന് പേരിടണം. His name was supposed to be John. അവന്റെ പേർ യോഹന്നാൻ എന്ന് വിളിക്കണം എന്നുള്ളത്. The word Zechariah means the Lord remembers. സെഖര്യാവ് എന്നുള്ള പേരിന്റെ അർത്ഥം യേശു അല്ലെങ്കിൽ ദൈവം ഓർക്കുന്നു എന്നാകുന്നു. But the angel specifically told them he will not be Zechariah. എന്നാൽ ദൂതൻ വ്യക്തമായിട്ട് അവരോട് പറയുകയാകുന്നു, അവൻ സെഖര്യാവായിരിക്കുകയില്ല. His name must be John. അവന്റെ പേർ യോഹന്നാൻ ആയിരിക്കണം. John means the Lord is gracious. യോഹന്നാൻ എന്നുള്ള പേരിന്റെ അർത്ഥം കർത്താവ് കൃപാലുവാകുന്നു. The grace of God has come. ദൈവത്തിന്റെ കൃപ വന്നിരിക്കുന്നു. The time and the season to say the Lord will remember is over. ദൈവം ഓർക്കും എന്ന് പറയുന്നതായിട്ടുള്ള കാലം കഴിഞ്ഞിരിക്കുന്നു. The Lord has remembered and he has sent a savior. ഇപ്പോൾ ദൈവം ഓർത്ത് ദൈവം ഒരു രക്ഷകനെ അയച്ചിരിക്കുന്നു. This is the time the grace of God is going to abound. ഇപ്പോൾ ദൈവത്തിന്റെ കൃപ പെരുകുവാനുള്ള കാലമാകുന്നു. The Christmas story reminds us that our God is a gracious God. ക്രിസ്തുമസിന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം വളരെ കൃപാലുവായിരിക്കുന്ന ദൈവമാകുന്നു. That the grace of God is already with us. ദൈവത്തിന്റെ കൃപ ഇപ്പോൾ തന്നെ നമുക്കുണ്ട്. Not a grace to license whatever we want to do. നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനായിട്ടുള്ള കൃപയല്ല. Not an excuse for sin. പാപം ചെയ്യുവാനായിട്ടുള്ള ഒരു ഒഴിവുകേടല്ല. But the grace of God that brings his favor upon our lives. എന്നാൽ ദൈവത്തിന്റെ പ്രീതി നമ്മുടെ മേൽ വരുവാൻ കാരണമാകുന്ന ദൈവകൃപ. And the grace of God that empowers us to live victoriously. നമ്മെ ജയജീവിതം നയിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്നതായിട്ടുള്ള ദൈവകൃപ. The name of the child signified that the season was changing. കുഞ്ഞിൻ്റെതായിട്ടുള്ള പേർ അവിടെ വെളിപ്പെടുത്തിയത് കാലഘട്ടത്തിലെ ഒരു മാറ്റമാകുന്നു. In John chapter 1 verses 14, 15 and 16, we see John's witness about Jesus. He says, "The word became flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth." യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ നമുക്ക് യോഹന്നാൻ എപ്രകാരം ഇത് സാക്ഷ്യപ്പെടുത്തുമെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് വന്ന ഏകജാതനായവന്റെ തേജസ്സായി കണ്ട്. And verse 16 says, "Of his fullness we have all received, and grace for grace, for the law was given through Moses, but grace and truth came through Jesus Christ." 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. So Christmas is a time to remember and celebrate that we have a God of all grace. അതുകൊണ്ട് നമുക്ക് ക്രിസ്മസിൻ്റെതായിട്ടുള്ള സമയം നാം ആഘോഷിക്കേണ്ടത് നമുക്ക് സകല കൃപാലുവായിട്ടുള്ള ഒരു ദൈവമുണ്ട് എന്നുള്ള സത്യമാകുന്നു. Luke chapter 1 verses 26 tells us about how the same angel Gabriel was sent to a virgin called Mary. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അതേ ദൂതനെ തന്നെ എപ്രകാരം മറിയയുടെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നതിനെ കുറിച്ച്. And the angel tells her that she would also have a child. അവിടെ ദൂതൻ പറയുകയാണ് മറിയയ്ക്കും ഒരു കുഞ്ഞുണ്ടാകും എന്നുള്ളതിനെ കുറിച്ച്. Verses 30 says, "Then the angel said to her, 'Do not be afraid, Mary, for you have found favor with God. And behold, you will conceive in your womb and bring forth a son, and shall call his name Jesus.'" 30-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. This was another prophetic name. ഇത് അടുത്ത പ്രവചനാത്മകമായിട്ടുള്ള പേരായിരുന്നു. Every name symbolized what God was going to do. ഓരോ പേരും വെളിപ്പെടുത്തുന്ന ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതായിരുന്നു.
Just like the name John showed us the grace of God, the name Jesus revealed that God has sent his son to save the world. യോഹന്നാൻ എന്നുള്ള പേര് ദൈവം എപ്രകാരം കൃപാലുവാകുന്നു എന്നുള്ള വെളിപ്പെടുത്തിയതുപോലെ യേശു എന്നുള്ള പേർ ദൈവം എപ്രകാരം രക്ഷകനാകുവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. The word Jesus means God is our salvation. യേശു എന്നുള്ള പേരിന്റെ അർത്ഥം യഹോവ നമ്മുടെ രക്ഷയാകുന്നു എന്നുള്ളതാണ്. The Christmas story is here to remind us that God has heard our cries and has sent a savior. ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ട് ദൈവം രക്ഷകനെ അയച്ചിരിക്കുന്നു എന്നുള്ളതാകും. When we see the celebrations around for Christmas, we need to remind ourselves, thank God that God sent a savior for നാം me. ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം നാം കാണുമ്പോൾ നാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയേണ്ടത് ആവശ്യമാകുന്നു. കർത്താവേ, ഞങ്ങൾക്കായി ഒരു രക്ഷകനെ അയച്ചുവല്ലോ. We were lost in our sins and in bondage to sin and Satan, but God sent a savior for us. നാം നമ്മുടെ പാപങ്ങളിൽ മരിച്ചിരുന്നു. നാം പിശാചിനായി തന്നെ നമ്മെ ഏൽപ്പിച്ചിരുന്ന സമയത്ത് ദൈവം രക്ഷിക്കുവാനായിട്ട് രക്ഷകനെ അയച്ചു. He did not leave us to perish, ദൈവം ഒരിക്കലും നശിക്കുവാൻ തക്കവണ്ണം നമ്മളെ വിട്ടില്ല. but came down himself to save us. എന്നാൽ തന്നെത്താൻ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ഒരുങ്ങി. God is a savior ദൈവം നമ്മുടെ രക്ഷകനാകുന്നു. and able to save us from anything. നമ്മെ എന്തിൽ നിന്നും രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാകുന്നു. Another thing the Christmas story tells us is that with God nothing shall be impossible. മറ്റൊരു കാര്യം ക്രിസ്മസിന്റെ കഥ വെളിപ്പെടുത്തുന്നത് ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. When Mary is visited by the angel who tells her she's going to have a son, she says, "How can this be since I do not know a man?" ദൈവത്തിന്റെ ദൂതൻ മറിയെ സന്ദർശിച്ച് അവൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുമ്പോൾ മറിയെ ചോദിക്കുകയാകുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? And the angel said to her that the Holy Spirit will come upon you. The power of the Most High will overshadow you. And the child who is going to be born will be the Son of God. He also tells her that your cousin Elizabeth, who is in her old age, she's also conceived. And he ends by saying, for with God, nothing will be impossible. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിയാൽ അത് സംഭവിക്കും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ബന്ധുവായ എലിസബത്ത് വൃദ്ധയായിരുന്നിട്ടും ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ വാക്യം, തുടർന്നുള്ള വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. Whatever God says, he is able to make it happen. ദൈവം എന്തു പറയുന്നുവോ അത് സംഭവിപ്പിക്കുവാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. There is no word from God that is impossible. അസാധ്യമെന്ന് പറയുന്നതായിട്ടുള്ള ഒരു വാക്കും ദൈവത്തിൽ നിന്നില്ല. If God says that the barren womb can conceive, he is able to make it conceive. വന്ധ്യയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കുഞ്ഞുണ്ടാകുവാൻ കഴിയുമെന്ന് ദൈവം പറയുന്നുവെങ്കിൽ അത് സംഭവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. And if God says that a virgin will be with child, he is able to make it happen. കന്യകയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം പറയുന്നുവെങ്കിൽ അതും ചെയ്യുവാൻ ദൈവം ശക്തനാകും. The angel is encouraging her to think on another dimension. ദൂതൻ പ്രത്യേകമായിട്ട് അവളെ താല്പര്യപ്പെടുത്തുകയാകുന്നു അടുത്ത ഒരു നിലവാരത്തിൽ, മണ്ഡലത്തിൽ ചിന്തിക്കുവാനായിട്ട്. Don't only think in the natural dimension. സ്വാഭാവികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നിലവാരത്തിൽ മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. In the natural, it may not be possible. സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് അസാധ്യമായിരിക്കാം. But with God, it is possible. എന്നാൽ ദൈവത്താൽ അത് സാധ്യമാകുന്നു. Because God works in another way. കാരണം ദൈവം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. We may not understand how he is going to work. നമുക്ക് ചിലപ്പോൾ അറിയുകയില്ലായിരിക്കാം ദൈവം എങ്ങനെ അത് പ്രവർത്തിക്കുമെന്ന്. And the angel only required her to submit and to believe what he said. ദൂതൻ ആവശ്യപ്പെട്ടത് അതിനോട് കീഴ്പ്പെടുവാനായിട്ടും ദൂതൻ പറഞ്ഞതിനെ വിശ്വസിക്കുവാനുമായിരുന്നു. God's word over your life is possible. ദൈവത്തിന്റെ വാക്ക് നിങ്ങളുടെ ജീവിതത്തിന്മേലുള്ളത് അത് സാധ്യമാകുന്നു. Maybe the situations around are impossible. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കുമ്പോൾ അത് അസാധ്യമെന്ന് തോന്നുമായിരിക്കാം. Naturally, it seems impossible. സ്വാഭാവികമായിട്ട് അത് അസാധ്യമെന്ന് തോന്നുമായിരിക്കാം. But God is asking you to believe. എന്നാൽ ദൈവം ചോദിക്കുന്നത് നിങ്ങൾക്കത് വിശ്വസിക്കാമോ എന്നുള്ളതാകുന്നു. The Christmas story is all about people that believed that God was able to do something supernatural. ക്രിസ്തുമസിന്റെ കഥ എന്ന് പറയുന്നത് അമാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഒരു കൂട്ടത്തിന്റെ കഥയാകുന്നു. No word spoken by God is impossible. ദൈവത്താൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കും അത് ദൈവത്തിന് അസാധ്യമല്ല. Another thing that this story tells us is that God works in unexpected ways. മറ്റൊരു കാര്യം ഈ ക്രിസ്മസിന്റെ കഥ നമ്മോട് പറയുന്നത് ദൈവം അപ്രതീക്ഷിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. The Jews were waiting for hundreds of years for the Messiah. യഹൂദർ 100
നൂറുകണക്കിന് വർഷങ്ങളോളം മശിഹയ്ക്കായി കാത്തിരുന്നു. The word Messiah means the one anointed with oil. മശിഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് എണ്ണയാൽ അഭിഷേകം ചെയ്തപ്പെട്ടവനെന്നാകുന്നു. And they believed he will be this priest and king for them. അവർ വിശ്വസിച്ചത് ഈ മശിഹ എന്ന് പറയുന്നത് അവർക്ക് ഒരു രാജാവും പുരോഹിതനുമായിരിക്കുമെന്നാകുന്നു. And they believed he will change all of their situations. അവരുടെ സാഹചര്യങ്ങളെ മുഴുവൻ മശിഹ മാറ്റുമെന്ന് അവർ ചിന്തിച്ചു. The characteristics of the Jewish Messiah were, one, he would be a servant of God. ഈ യഹൂദ മശിഹയുടേതായിട്ടുള്ള ചില സവിശേഷതകൾ എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെ ദാസനായിരിക്കും. He would build the kingdom of God. അവൻ ദൈവത്തിൻ്റെതായിട്ടുള്ള രാജ്യത്തെ പണിയും. He would be a national hero that would destroy the enemies of Israel. അവൻ ഇസ്രായേലിൻ്റെതായിട്ടുള്ള ശത്രുക്കളെ തുരത്തുന്നതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പ്രതിഭയായിരിക്കും. His kingdom will be eternal. His throne will be forever. അവൻ്റെതായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് എന്നേക്കും നിലനിൽക്കുന്നതായിരിക്കും, നിത്യമായിരിക്കും. He would have wonderful abilities. The spirit of the Lord would rest upon him in a powerful way. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തമായി വസിക്കുന്നതിനാൽ അവന് വലിയ കഴിവുകൾ ഉണ്ടാകും. He would engage in moral judgments and he would do justice for the people. അവൻ ജനത്തിന് ന്യായത്തെ നൽകുമെന്ന് അവിടെ പറയുകയാകും. He would be a light for all nations. All the nations would see him and come to him. സകല ജാതികൾക്കും സകല ദേശങ്ങൾക്കും അവൻ വെളിച്ചമായിരിക്കും, അവൻകിലേക്ക് വരും. He would also lay himself down as a sacrifice. അവൻ തന്നെത്താൻ ഒരു യാഗമായി അവന്റെ ജീവനെ നൽകും. And another thing was that they would not know when he would come. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അറിയുകയില്ല അവൻ എപ്പോൾ വരും എന്നുള്ളത്. So hundreds of years the Jewish scholars were studying all the prophecies of the Messiah. അപ്പോൾ നൂറുകണക്കിന് വർഷങ്ങളോളം യഹൂദ പണ്ഡിതർ ഈ പ്രകാരമുള്ള പ്രവചനങ്ങളെ എല്ലാം പഠിക്കുകയുണ്ടായി. And they were waiting and are still waiting for a certain kind of Messiah to come. അവർ കാത്തിരിക്കുകയും ഇപ്പോഴും കാത്തിരിക്കുന്നു ഒരു പ്രത്യേകതയുള്ള ഈ മശിഹായ്ക്കായി. But when Jesus finally came, he came in a totally unexpected way. എന്നാൽ അവസാനം യേശു വന്നപ്പോഴോ യേശു അപ്രതീക്ഷിതമായ രീതിയിലാകുന്നു വന്നത്. The word of God tells us in Luke chapter 2 verses 1, it came to pass in those days a decree went out from Caesar Augustus that the whole world should be registered. And in verses 4 it says Joseph also went up from Galilee out of Nazareth into Judea to the city of David, which is called Bethlehem, because he was of the house and lineage of David. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് റോമാ സാമ്രാജ്യത്തിലൊക്കെയും ജനസംഖ്യ കണക്ക് എടുക്കണമെന്ന് ഔഗുസ്തോസ് കൈസർ ഒരു ആജ്ഞ കൊടുത്തു. അതിനുശേഷം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ യോസെഫും ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും ഉൾപ്പെട്ടവൻ ആയിരുന്നതുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടും കൂടെ പേര് ചേർക്കേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. And he went to be registered with Mary, his betrothed wife, who was with child. So it was that while they were there, the days were completed for her to be delivered, and she brought forth her firstborn son, and wrapped him in swaddling clothes, and laid him in a manger, because there was no room for them in the inn. യഹൂദിയയിൽ ബെത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ആയിരുന്നപ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള സമയമായി. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാതിരുന്നതിനാൽ പുതപ്പുകൊണ്ട് നല്ലവണ്ണം പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തി. If you were God sending your only son into the world, what kind of entry would you prepare for him? നിങ്ങൾ ദൈവമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഏകജാതനായ പുത്രനെ നിങ്ങൾ ഭൂമിയിലേക്ക് അയക്കുമായിരുന്നെങ്കിൽ എപ്രകാരമുള്ള ഒരു രംഗപ്രവേശനമായിരുന്നു നിങ്ങൾ പദ്ധതിയിടുക? You would think of the best place you could send him into. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ അയക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥലത്തേക്ക് അയക്കുമായിരുന്നു. We look for the best hospitals where we can have our babies. നമ്മുടെ കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആശുപത്രികളെ നാം നോക്കുമായിരുന്നു. But when God was sending his son to identify with mankind, he chose the lowest possible way in which Jesus would make his entry. എന്നാൽ ദൈവം മനുഷ്യരാശിയുമായിട്ട് ഇടപെടുവാനായിട്ട് ചിന്തിച്ചപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള സാഹചര്യത്തിലേക്ക് ദൈവം യേശുവിനെ അയക്കുകയായിരുന്നു. The Jews were not waiting for a Messiah who was born on the streets and laid in a manger. തെരുവിൽ ജനിച്ച് പശുത്തൊട്ടിയിൽ കിടത്തിയതായിട്ടുള്ള ഒരു മശിഹായ അല്ല യഹൂദർ അന്വേഷിച്ചത്. The scripture says that she was there and she delivered the child, but did not have a place
to put him. വചനം വ്യക്തമായി പറയുകയാണ്, മറിയ പ്രസവിച്ച എന്നാൽ ആ കുഞ്ഞിനെ വെക്കുവാനായിട്ടൊരു സ്ഥലം കിട്ടിയില്ല എന്നുള്ളത്. So many scholars believe that Jesus was probably born on the streets of Bethlehem. അനേക വചന പണ്ഡിതർ ചിന്തിക്കുന്നത്, അവർ അനുമാനിക്കുന്നത് യേശുക്രിസ്തു ജനിച്ചത് ബെത്ലഹേമിലെ തെരുവുകളിലായിരുന്നു എന്നുള്ളത്. This was not the way that the Jews wanted their Messiah to come. അവരുടെ മശിഹ ഇപ്രകാരം വരണമെന്നല്ല യഹൂദർ ആഗ്രഹിച്ചത്. But God works in ways we don't expect. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കുന്നു. He sent Jesus into one of the poorest homes. ഏറ്റവും ദരിദ്രമായിട്ടുള്ള ഒരു ഭവനത്തിലേക്കാകുന്നു ദൈവം യേശുവിനെ അയച്ചത്. And into a situation of great inconvenience. ഒരു വലിയ അസൗകര്യത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിലേക്കാകുന്നു ദൈവം യേശുവിനെ അയച്ചത്. Joseph and Mary were probably ostracized from their families because of this child. യോസെഫും മറിയയും ഈ പശ്ചാത്തലം കാരണം അവരുടെ കുടുംബമെല്ലാം അവരെ ഉപേക്ഷിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. Their families may not have even given them room in Bethlehem. അവരുടെ കുടുംബങ്ങൾ അവർക്ക് ബെത്ലഹേമിൽ ഒരു സ്ഥലം തന്നെ കൊടുത്തിട്ടുണ്ടാകുകയില്ല. When the Savior of the world made his entry, there was no place on earth for him. ഈ ലോകത്തിന്റെ രക്ഷകൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് കിടക്കുവാനായിട്ടൊരു സ്ഥലം പോലുമില്ല. The Christmas story reminds us the Son of God is humble and meek. ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള പുത്രൻ അവൻ ഏറ്റവും താഴ്മയുള്ളവനാകുന്നു. There is no heart that is too lost, no place too broken for Jesus to come into. യേശുവിന് നേടുവാൻ കഴിയാത്ത അത്രമാത്രം ദൂരത്തിലായിരിക്കുന്ന നഷ്ടമായിരിക്കുന്ന ഒരു ഹൃദയവുമില്ല. യേശുവിന് കടന്നു വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യമോ സ്ഥലവുമില്ല. There is no place so bad that the Son of God will not go there. ദൈവപുത്രൻ പ്രവേശിക്കാത്ത അത്രയും വഷളായ ഒരു സ്ഥലവുമില്ല. Because the worst possible entry, the worst possible place to lay a baby in would be with animals there. മൃഗങ്ങളോടുകൂടെ ചേർത്ത് കിടക്കുക എന്നുള്ളതായിരിക്കാം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ട് കിടത്തപ്പെടുവാനുള്ള അവസ്ഥ. It also tells us that your start, your family, your birthplace, your background, none of that have anything to do with who you are. അതും ഇപ്രകാരം വിളിച്ചു പറയുന്ന ഒരു കാര്യമാകുന്നു. നിങ്ങളുടെ ജനനം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പശ്ചാത്തലം, ഇതൊന്നും നിങ്ങൾ ആരാകുന്നു എന്നുള്ളതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. Your fame and wealth have nothing to do with who you are. നിങ്ങളുടെ പെരുമയും നിങ്ങളുടെ ധനവും അതും നിങ്ങൾ ആരാകണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബന്ധവുമില്ല. If the Son of God was born in a manger in the lowest place, then none of these things matter when we are the children of God. ദൈവപുത്രന് ഏറ്റവും താഴ്ചയുള്ളതായിട്ടുള്ള ഒരു പശുത്തൊട്ടിയിൽ കിടക്കാമെങ്കിൽ നമുക്ക് ഏത് സാഹചര്യങ്ങളും നാം തന്നെ ആകുവാനായിട്ട് കഴിയും. Nobody was expecting this to be the Messiah. ഇത് മശിഹ ആയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. They were all looking in other places. അവരെല്ലാവരും മറ്റ് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. In Luke chapter 2 verses 8, we see a group of shepherds that were doing their regular job and watching their sheep. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു കൂട്ടം ഇടയന്മാർ അവരുടെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നു. But they were chosen to hear the message that this is the Messiah. എന്നാൽ മശിഹായെക്കുറിച്ചുള്ള ആ സദ്വാർത്ത കേൾക്കുവാനായിട്ട് ഈ ഇടയന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടു. When the priests and the Pharisees and all were looking for the Messiah, God chose these shepherds to tell them the king is born. പരീശന്മാരും പുരോഹിതന്മാരും എല്ലാം മശിഹായെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ഈ ഇടയന്മാരെ ആയിരുന്നു യേശുവിനെ കുറിച്ച് അറിയിക്കുവാനായി. And it says an angel of the Lord stood before them, and the glory of the Lord shone around them, and they were greatly afraid. And the angel said to them, "Don't be afraid, for behold, I bring you good tidings of great joy, which will be to all people. For there is born to you this day in the city of David a Savior, who is Christ the Lord. And this will be the sign to you. You will find a baby wrapped in swaddling cloths, lying in a manger." പെട്ടെന്ന് കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ വന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, പുതപ്പിനാൽ നല്ലവണ്ണം പൊതിയപ്പെട്ട് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. The shepherds would have thought, what a glorious way the entry of this baby is announced. ഇടയന്മാർ ചിന്തിച്ചുണ്ടാകാം, എത്രമാത്രം തേജസ്സോടുകൂടി ആകുന്നു ഈ കുഞ്ഞിൻ്റെതായിട്ടുള്ള ജനനം ഇവിടെ അറിയിക്കപ്പെടുന്നത്. Let's go run and see this baby. അപ്പോൾ ഈ കുഞ്ഞിനെ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി കാണാം. And when they see the baby, they see the lowest possible way a baby could be laid. അവർ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കാണുവാൻ കഴിഞ്ഞത് ഒരു ദരിദ്ര ദമ്പതികൾ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുന്നതാകുന്നു.
I'm sure the shepherds did not expect that sight. എനിക്ക് ഉറപ്പാണ് ഈ ആട്ടിടയന്മാർ ഒരിക്കലും ആ കാഴ്ചയല്ല പ്രതീക്ഷിച്ചത്. Another person who was waiting for the Messiah was Simeon. മറ്റൊരു വ്യക്തി ഈ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നത് ശിമയോനായിരുന്നു. God told him, "You will see the Messiah before you die." ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ കാലം കഴിയുന്നതിന് മുമ്പാകെ മശിഹായെ കാണുവാനിട വരും. And one day when Jesus was 8 days old and brought into the temple to be circumcised, the Holy Spirit said, "He's here, the Messiah is here." യേശുവിന് 8 ദിവസം പ്രായമായപ്പോൾ പരിച്ഛേദനയ്ക്കായി ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം ശിമയോനോട് പറയുകയാകുന്നു, ഇതാ മശിഹ. And even when he went to look at the Messiah, again he sees this poor couple holding a baby. They don't even have money to offer a good sacrifice. അപ്പോൾ ശിമയോൻ ആ കുഞ്ഞിനെ കാണുവാനായിട്ട് പോകുമ്പോൾ ഈ ദരിദ്ര ദമ്പതികൾ ഈ കുഞ്ഞിനെ പിടിക്കുകയും അവർക്ക് ഒരു യാഗത്തിന് ആവശ്യമായിരിക്കുന്ന കാശ് പോലും ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ്. And he may have thought, "Is this the Messiah?" ഇത് തന്നെ ആകുന്നോ മശിഹ താൻ ചിന്തിക്കുകയാണ്. He may have expected something grander than this. ചിലപ്പോൾ ഇതിനേക്കാൾ മഹത്തരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം താൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക. Another group of people that were waiting for the coming of the King of the Jews were the wise men from the east. മറ്റൊരു കൂട്ടം ആൾക്കാർ യഹൂദരുടെ രാജാവിന്റെ വരവിനായി കാത്തിരുന്നത് എന്ന് പറയുന്നത് കിഴക്കുനിന്നുള്ള ജ്ഞാനികളായിരുന്നു. They saw his star and they came all the way to worship him. അവർ ഈ നക്ഷത്രം കണ്ടുകൊണ്ട് അവർ ഇത്രത്തോളം ദൂരം സഞ്ചരിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാനായി വരികയാണ്. It tells us in Matthew chapter 2 verses 1, "Now after Jesus was born in Bethlehem of Judea, in the days of Herod the king, behold, wise men from the east came to Jerusalem, saying, Where is he who is born the King of the Jews? For we have seen his star in the east and have come to worship him." മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. How come everyone that was in Jerusalem did not know? എങ്ങനെ യെരുശലേമിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇത് അറിയാതെ പോയി? For years they were waiting for the Messiah. വർഷങ്ങളായി അവർ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. How did they all miss it? എങ്ങനെ അവർക്ക് ഇത് മനസ്സിലാക്കാതെ പോയി? Why did the wise men that were in the east see his star and come to worship him? എങ്ങനെ കിഴക്കുന്നുള്ള വിദ്വാൻമാർ ഈ നക്ഷത്രം കണ്ടുകൊണ്ട് അവരിവിടെ എത്തുവാനിടയായി? God works in ways that we don't expect. നമുക്ക് പ്രതീക്ഷിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കും. When the wise men came, it says all Jerusalem was troubled by what they said. വചനം ഇങ്ങനെ പറയുന്നു, വിദ്വാൻമാർ പറഞ്ഞത് കേട്ട് യെരുശലേമിലുള്ള എല്ലാവരും ഭ്രമിച്ചുപോയി എന്നുള്ളത്. They're like, how come we didn't hear of a king? അവർ ചിന്തിക്കുകയാകുന്നു, ഈ രാജാവിനെ കുറിച്ച് ഞങ്ങൾ എങ്ങനെ കേൾക്കാതെ പോയി? And Herod himself got afraid. ഹെരോദാവും താൻ ഭയപ്പെട്ടു. But God protected his Messiah. എന്നാൽ ദൈവം ഈ മശിഹായെ കാത്തു. Jesus came in a way that so many did not expect him to come. അനേക വ്യക്തികൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാകുന്നു യേശു കടന്നു വന്നത്. But those who sincerely wanted to worship him would find him. എന്നാൽ ആത്മാർത്ഥമായി യേശുവിനെ ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നവർ യേശുവിനെ കണ്ടെത്തുവാനും ഇടയായി. Those who would not look at just the external appearances would find the Messiah. പുറമേയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തവർ അവർക്ക് മശിഹായെ കാണുവാനിടയായി. Those who were sincerely desiring to worship him, they would find him. ആത്മാർത്ഥമായി യേശുവിനെ ആരാധിപ്പാനായിട്ട് മശിഹ ആരാധിപ്പാൻ ആഗ്രഹിച്ചവർ അവർ ഈ മശിഹായെ കണ്ടെത്തി. Maybe you're looking for God to work in your life in a particular way. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. You think the Lord has said this and so he has to do this in this way. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ദൈവം ഈ കാര്യം പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ദൈവം ഈ രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്നുള്ളത്. But maybe God has another way to do it. എന്നാൽ ചിലപ്പോൾ ദൈവത്തിന് അത് തന്നെ ചെയ്യുവാൻ വേറെ രീതികളുണ്ടാകാം. Maybe God is going to work in a way you don't expect. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കാം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. What you need to have is a heart of worship. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് ആരാധനയുടെ ഹൃദയമാകുന്നു. If your heart is a worshiping heart, you will find Jesus. നിങ്ങളുടെ ഹൃദയം ആരാധിക്കുന്ന ഹൃദയമാണെങ്കിൽ നിങ്ങൾ യേശുവിനെ കണ്ടെത്തും. You won't be troubled by the poverty of his parents or by the lowly birth that he had. തന്റെ മാതാപിതാക്കളുടേതായിട്ടുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റവും നീചമായി അല്ലെങ്കിൽ താഴ്ചയുള്ള ആ സാഹചര്യത്തെക്കുറിച്ചോ ജനനത്തെക്കുറിച്ചോ ഒന്നും നിങ്ങൾക്കത് പ്രയാസമാകുകയില്ല. Because you know this is the savior of the world. കാരണം നിങ്ങൾക്കറിയാം ഇത് ലോകത്തിന്റെ രക്ഷകനാകും. So Christmas story tells us God works in ways we don't expect. അതുകൊണ്ട് ക്രിസ്തുമസിന്റേതായിട്ടുള്ള കഥ പറയുന്നത് ദൈവം നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാകുന്നു. And just like the Jews missed the Messiah, we don't want to miss his works in our life. യഹൂദന്മാർ എപ്രകാരം ഈ മശിഹായെ മനസ്സിലാക്കാതെ പോയോ അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തിയെയും ദൈവത്തെ നാം മനസ്സിലാക്കാതെ പോകരുത്.
ഉണ്ടായിരുന്നു. Another thing that the story of Christmas tells us is the word of the Lord will endure. ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള കഥ നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള വാക്ക് അത് നിലനിൽക്കും. What God has said will come to pass. ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് തീർച്ചയായും അത് നിവൃത്തിയാകും. Like I said, there were many prophecies about Jesus before his birth. ഞാൻ പറഞ്ഞതുപോലെ യേശുവിന്റെ ജനനത്തിന് മുമ്പാകെ അനേക പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. In 700 BC, Micah prophesied that the anointed one would come out of Bethlehem. 700 BC-യിൽ മീഖ ഇപ്രകാരം പ്രവചിച്ചു, അഭിഷിക്തൻ യെരുശലേമിൽ നിന്ന് വരുമെന്നുള്ളത്. The prophet Isaiah, also writing in 700 BC, said that the virgin will be with child and you will call his name Emmanuel. 700 BC-യിൽ യെശയ്യാ പ്രവാചകനും ഇപ്രകാരം എഴുതി, കന്യക ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. There were so many other prophecies about Jesus' lineage, his suffering, the crucifixion and his resurrection. യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. Peter Stoner, a Californian mathematician, once calculated the probability of just 8 of the 300 prophecies which Jesus fulfilled coming true in one person due to chance alone. കാലിഫോർണിയയിൽ നിന്നുള്ള പീറ്റർ സ്റ്റോണർ എന്നുള്ള ഗണിതശാസ്ത്ര വിദഗ്ധൻ താൻ ഇപ്രകാരം പറയുകയാകുന്നു, മശിഹായെക്കുറിച്ചുള്ള 300-ൽ പരമുള്ള പ്രവചനങ്ങളിൽ 8 എണ്ണമെങ്കിലും ഒരു വ്യക്തിയിൽ അത് നിവൃത്തിയാകണമെങ്കിൽ അതിനുള്ള സാധ്യത ഇപ്രകാരമാകും. He says that there was one chance in 1 followed by 17 zeros that those 8 were fulfilled by fluke in one person. താൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഭാഗ്യത്തിന്റെ കാരണം കൊണ്ടാണെങ്കിൽ പോലും ഒരു വ്യക്തിയിൽ ഇത് നിവൃത്തിയാകണമെങ്കിൽ ഒന്നിനോട് ചേർത്ത് 17 പൂജ്യങ്ങളിൽ ഒരു അംശത്തിലുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നാകും. There was that small a chance that all of these things could come true in one person. അത്രമാത്രം ചെറിയ ഒരു സാധ്യത മാത്രമാകുന്നു ഇതെല്ലാം ഒരു വ്യക്തിയിൽ നിവൃത്തിയാകുവാനായി. And there were more than 8, there were about 300 prophecies about the Messiah. എന്നാൽ 8 എണ്ണം മാത്രമല്ല, എന്നാൽ 300-ൽ പരം പ്രവചനങ്ങൾ മശിഹായെക്കുറിച്ചുണ്ടായിരുന്നു, which have been fulfilled in Jesus. അത് യേശുക്രിസ്തുവിൽ നിവൃത്തിയാകുകയും ചെയ്തു. This reminds us that the word of the Lord endures. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ വാക്ക് നിലനിൽക്കുന്നു. Even after 700 years, God was able to make every one of those prophecies come to pass. 700 വർഷങ്ങൾക്ക് ശേഷവും ഇത് ഓരോന്നും നിവൃത്തിയാകുവാൻ തക്കവണ്ണം, ചെയ്യിക്കുവാൻ അല്ലെങ്കിൽ ആക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തനാകുന്നു. God's word is eternal in the heavens. ദൈവത്തിന്റെ വാക്ക് സ്വർഗത്തിൽ നിത്യമാകുന്നു. When we are founded on the word of the Lord, we will not be shaken. നാം ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മെ ഇളക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. Another thing the Christmas story reminds us is that the kingdom of heaven has come. ക്രിസ്തുമസിന്റെ കഥ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. When Jesus, the King of heaven, made his entry into the world, he brought his kingdom with it. യേശു സ്വർഗരാജ്യത്തിന്റെ രാജാവാകുന്ന യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൈവരാജ്യത്തെ യേശു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്. His first message was repent because the kingdom of heaven is near. തന്റെ ആദ്യത്തെ സന്ദേശം ഇതായിരുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. He talked about the kingdom of heaven more than anything else. മറ്റ് ഏതൊരു കാര്യത്തെക്കാൾ കൂടുതൽ അധികമായി യേശു സംസാരിച്ചത് ഈ ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. And he said the kingdom of heaven is inside you. ദൈവരാജ്യം നിങ്ങളുടെ അകത്തുണ്ട് എന്ന് യേശു പറയുകയാണ്. When we see the Christmas celebrations, it is a time for us to remember, yes, the kingdom has come. നാം ക്രിസ്തുമസിൻ്റെതായിട്ടുള്ള കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷത്തിലെല്ലാം പങ്കാളികളാകുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമാകുന്നു, ദൈവരാജ്യം സമീപിച്ച് നമ്മുടെ അകത്തായിരിക്കുന്നു. Another important message about Christmas is that Jesus is coming back. മറ്റൊരു പ്രധാനപ്പെട്ടതായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ളതാകും. He came once into the world as a baby. ഒരു കുഞ്ഞായിട്ട് യേശുക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിലേക്ക് വന്നു. But he's promised to return again as king. എന്നാൽ വീണ്ടും മടങ്ങി വരും രാജാവായിട്ട് എന്ന് യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. So every time we remember his entry as a baby, we must remember that he's coming back as king. ഓരോ തവണയും യേശുക്രിസ്തു കുഞ്ഞായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നാം ഓർക്കുമ്പോൾ നാം അതിനോട് ചേർന്ന് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു രാജാവായി മടങ്ങി വരുന്നു എന്നുള്ളതാകും. And his first entry was missed by so many. ആദ്യത്തെ യേശുക്രിസ്തുവിന്റെ വരവ് അനേകർ നഷ്ടമാക്കി. But we don't want to be
unaware when he comes again. എന്നാൽ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ നാം ഒരിക്കലും അത് അറിയാതെ പോകരുത്. He tells us to watch and wait for his return. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി നാം പ്രത്യേകം ശ്രദ്ധിച്ച് കാത്തിരിക്കണമെന്ന് യേശു നമ്മോട് He പറയുകയാണ്. tells us to prepare because he's coming back. യേശുക്രിസ്തു മടങ്ങി വരുന്നതിനാൽ നാം ഒരുങ്ങിയിരിക്കണമെന്ന് യേശു പറയുകയാണ്. And this Christmas season, if Christ is not King and Lord in your heart, then this is a time to give your life to Jesus. ഈ ക്രിസ്മസ് കാലത്തിൽ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നാഥനും കർത്താവും രാജാവും അല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങളുടെ ജീവിതത്തെ യേശുവിന് സമർപ്പിച്ചാട്ടെ. He is the Messiah, യേശു ആകുന്നു മശിഹ, the one who saves, രക്ഷിക്കുന്നവനായ യേശു, the one who delivers. നമ്മെ വിടുവിക്കുന്നവനായ യേശു. And when he came into the world has never been the same. യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിന്നീട് ഒരിക്കലും ഭൂമി അതുപോലെ തന്നെ നിലനിന്നില്ല. And he is inviting us to receive him into our lives. നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് യേശു നമ്മെ പ്രത്യേകമായി താല്പര്യപ്പെടുത്തുന്നു. And prepare our lives for his coming again. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിനെ മടങ്ങി വരവിനായിട്ട് നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കത്തോടെ സൂക്ഷിക്കുവാനായി. So as you celebrate Christmas, അതുകൊണ്ട് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ remember that our God is true. ഓർത്താട്ടെ നമ്മുടെ ദൈവം സത്യമായ ദൈവമാകും. He is gracious. യേശുക്രിസ്തു കൃപാലുവായ ദൈവമാകും. He saves. യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നവനായ ദൈവമാകും. With him all things are possible. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. God works in ways you don't expect him to work. നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കുകയില്ല ദൈവം പ്രവർത്തിക്കുന്നത്. Let this Christmas time be a time to remember the great things that the Christmas story tells us. ക്രിസ്മസിൻ്റെതായിട്ടുള്ള കഥ പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയ കാര്യങ്ങൾ ഓർക്കുന്ന സമയമാകട്ടെ ഈ കാലം എന്ന് പ്രത്യേകമായി Have താല്പര്യപ്പെടുന്നു. a wonderful Christmas season. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ക്രിസ്മസ് കാലം ഉണ്ടാകട്ടെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മീഡിയ ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആത്മീയമായിട്ട് വളരുവാൻ ആവശ്യമായിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാകും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവയിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്തുകൊണ്ട്, ഫോളോ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ പുതിയതായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഓഡിയോസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അത് വലിയ സഹായകരമാകും. നിങ്ങൾ ദൈവവേലയ്ക്കായിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്നതായിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ആ സംഭാവന സാധ്യമാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓഫീസ് ടീം നിങ്ങളുമായി ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ഈ ഓൺലൈൻ സർവീസിൽ ഇന്ന് ആദ്യമായിട്ട് ട്യൂൺ ഇൻ ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഇപ്പോൾ തന്നെ കമൻസിലുള്ള കണക്ട് ഫോം നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ അതിൽ എൻ്റർ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ കണക്ട് ടീം നിങ്ങളുമായി കൂടുതൽ അറിയുവാനായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് അവർ ഏറ്റവും താല്പര്യത്തോടു കൂടി ആയിരിക്കും.